ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ വേദഭാഗം നമ്മുടെ യേശു കർത്താവും പരീശന്മാരുടെ ഇടയിൽ യഹൂദന്മാരുടെ പ്രമാണിയുമായിരുന്ന നിക്കോദിമോസുമായി നടന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തിൽ കർത്താവ് പറഞ്ഞ വ്യക്തമായൊരു പ്രസ്താവനയാണ്. പാപത്തിൻ്റെ ഫലമായി തകർക്കപ്പെട്ട ദൈവിക ബന്ധവും മാനുഷിക ബന്ധവും വീണ്ടെടുക്കുന്നതിനായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നാം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. ദൈവത്തോളം നമ്മെ സ്നേഹിപ്പാൻ മറ്റാർക്കും കഴിയില്ല. ദൈവം നമുക്ക് നൽകിയ സ്നേഹം മടക്കി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. തൻ്റെ മക്കൾ ഇരുട്ടിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്ധകാരത്തിൻ്റെ വഴികളെല്ലാം വിട്ട് വെളിച്ചത്തിൻ്റെ വഴിയിൽ നടപ്പാനാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മെ തൻ്റെ സ്വന്തം പുത്രനെ നൽകി വീണ്ടെടുത്തതാണ്. ദൈവത്തിന് നമ്മോടുള്ള അവർണ്ണനീയമായ സ്നേഹത്തെ എന്ത് നിസ്സാരമായാണ് നാം പലപ്പോഴും കാണുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, മറിച്ച് രക്ഷിക്കുവാനാണ്. നമ്മുടെയൊക്കെ വിശ്വാസവും പ്രത്യാശയും നമ്മൾ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ നന്മയിലേക്കും നിത്യജീവനിലേക്കും നമ്മെ നയിക്കും. ഇതിനോടൊപ്പം ശിക്ഷാവധി എന്താണെന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സത്യപ്രകാശമായ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടും അന്ധകാരത്തിൽ വസിക്കുന്നതാണ് യഥാർത്ഥ ശിക്ഷാവധി. എന്നാൽ പ്രകാശമായ യേശുവിനെ അനുഗമിച്ച് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതാണ് യഥാർത്ഥ രക്ഷയെന്ന് നാം മനസ്സിലാക്കണം. നിത്യപ്രത്യാശയിലേക്കുള്ള ജീവിത പോരാട്ടങ്ങളിൽ തളർന്നു പോകാതെ യാത്ര ചെയ്യുവാൻ ദൈവസ്നേഹം നമ്മെ ശക്തീകരിക്കും. ഈ നോമ്പ് കാലത്ത് നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുകയും നാം സഹിക്കുന്ന ഓരോ പരീക്ഷണവും അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദിയോടെ പ്രതികരിക്കുകയും ചെയ്യാം. ആമേൻ.